കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ സെക്ഷൻ പറയുന്നത്. അതായത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലം ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് എന്ത് ചെയ്യാം, എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറഞ്ഞ ഫോമിലാണോ എന്ന് നോക്കുക, അല്ലേ? അതാണല്ലോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇ റേസ് ടു എ ടി എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. അതായിരുന്നു ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഒന്ന് എടുത്ത് നോക്കുക. അപ്പം ഇതിൽ ഒരു 3 സ്റ്റെപ്പിലായിട്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് 1 എഴുതുന്നത് എസ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1. അതിന് നമുക്കറിയാം എഫ് ഓഫ് എസ് മൈനസ് 3 ആ ഒരു ഫോമിലേക്ക് വരില്ല, എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് വരണം. അപ്പോൾ ഇവിടെ എസ് മൈനസ് മൈനസ് 3 എന്ന് എഴുതിയ ഇതെന്തായി? എഫ് ഓഫ് എസ് മൈനസ് 3 എന്ന് പറഞ്ഞ ഫോമിലായി. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിലും കൂടി എസ് മൈനസ് മൈനസ് 3 ആ ഒരു ഫോം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനെ ഫുൾ ടോട്ടൽ എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിലേക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിൽ എസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു പ്ലസ് 3 ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. അപ്പോൾ എസ് പ്ലസ് 3 മൈനസ് 3, അതായത് ഒരു 3 ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്കൊന്നും ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് എസ് പ്ലസ് 3 മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 എഴുതി. ദെൻ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ദെൻ നമ്മൾ ഈ ഇതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് എന്നിട്ട് അതിനെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവാലുവേഷൻ ഓഫ് ഈ ടേമിനെ ഇവാലുവേറ്റ് ചെയ്യുക. എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇതിനെ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഈ എസ് പ്ലസ് 3 ഡിവൈഡ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എസ് മൈനസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് മൈനസ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1, അതായത് എഫ് ഓഫ് എസ് മൈനസ് മൈനസ് 3 എന്ന് പറഞ്ഞ ഫോമിലേക്കായി. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എസ് മൈനസ് മൈനസ് 3 എന്ന് പറഞ്ഞ ഫോമിലാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എസ് എന്തെടുക്കാം, അതായത് ഈ മൈനസ് 3നെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ഭാഗമായിരിക്കുമല്ലോ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പം ടേക്കിംഗ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എടുക്കാം. ദെർഫോർ നമുക്ക് അറിയാം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ പറയുന്നത് എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ഈക്വൽ ടു ഇ റൈസ് ടു എ ടി എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് എഫ് ഓഫ് എസ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്താണെന്ന് കണ്ടുപിടിക്കണം, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണുന്നു. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന്. ഇത് ഏത് ഫോമിലാണ് ഉള്ളത്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഹിയർ എ ഈക്വൽ ടു 1. അപ്പം എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? കോസ് എ ടി ആണ്. ഇവിടെ എ 1 ആണെന്ന് പറഞ്ഞപ്പോൾ കോസ് ടി എന്ന് കിട്ടുന്നു. ദെൻ ബൈ അപ്ലൈയിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഓഫ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം we have L inverse of f of s minus a equal to e raised to at L inverse of f of s. അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുന്നു. എൽ ഇൻവേഴ്സ് ഓഫ്, അതായത് നമുക്ക് കാണേണ്ടത് എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാലോ. എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് ഓഫ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് മൈനസ് ഓഫ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1, അതായത് എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് ഓഫ് മൈനസ് 3 ആണ്. അതായത് ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിന്റെ ഫോമുലായി. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിന്റെ ഫോമുലായി. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറഞ്ഞ ഫോമുലാണ്. എന്താണ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ? ഇ റേസ് ടു എ ടി എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ഇവിടെ എ എന്താണ്? ഇന്റെ പവർ ആയിട്ടുള്ള എ എന്ന് പറയുന്നത് മൈനസ് 3 ആണ്. അപ്പോൾ എന്താ? ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. ഈ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു കോസ് ടി ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതായത് ഇ റേസ് ടു മൈനസ് 3 ടി ഇൻറ്റു കോസ് ടി നമുക്ക് കിട്ടും. ദെൻ നമ്മുടെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് 3 ഡിവൈഡ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇതിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. എൽ ഇൻവേഴ്സ് ഓഫ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കാം, 3 ഡിവൈഡ് ബൈ എസ് മൈനസ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 ആ ഒരു ഫോമുല ഉള്ളത്. അതായത് എഫ് ഓഫ് എസ് മൈനസ് ഓഫ് മൈനസ് 3 എന്ന് പറയുന്ന ഫോമുലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ് എന്താണ്?
ഈ ഇവിടുത്തെ 3നെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ടേം ഇവിടുത്തെ എൽ ഇൻവേഴ്സ് ഓഫ് ഇതെന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ എന്നല്ല 3 നമുക്ക് എന്ത് ചെയ്യുക ഔട്ട് സൈഡിൽ എടുക്കുക കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അല്ലേ 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s+3 ഹോൾ സ്ക്വയർ പ്ലസ് 1 ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ എഫ് എന്താണ് എഫ് ഓഫ് എസ് എന്താണ് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 ആണ്. ഇവിടെ 3 ഇല്ല, നമ്മൾ ഇതിനെ 3 കോൺസ്റ്റന്റ് ആവുന്നതുകൊണ്ട് ഔട്ട് സൈഡിൽ എടുക്കുന്നു, ബാക്കിയാണ് കാണുന്നത്. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1/s+3 ഹോൾ സ്ക്വയർ പ്ലസ് 1 ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് കാണുന്നു. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് അതായത് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 1. ദിസ് ഈസ് ഓഫ് ദി ഫോം എൽ ഇൻവേഴ്സ് ഓഫ് a/s² പ്ലസ് a². ദാറ്റ് ഈസ് ഈക്വൽ ടു sin at. ഹിയർ a ഈക്വൽ ടു 1. therefore L inverse of 1/s² plus 1 equal to sin t എന്ന് കിട്ടുന്നു. By applying first shifting theorem of inverse Laplace transformation, that is എന്താണ് L inverse of ഇതാണ് നമുക്ക് കാണേണ്ടത് അല്ലേ 3 ഡിവൈഡഡ് ബൈ s+3 ഹോൾ സ്ക്വയർ പ്ലസ് 1. അതിനെങ്ങനെ എഴുതാം 3 ഇൻറ്റു 3 ഔട്ട് സൈഡ് എടുത്തു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ലീനിയാരിറ്റി അപ്ലൈ ചെയ്തു 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ s+3 ഹോൾ സ്ക്വയർ പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു s+3നെ s മൈനസ് ഓഫ് -3 എന്ന് എഴുതി. അപ്പോൾ 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡ് ബൈ s മൈനസ് -3 ഹോൾ സ്ക്വയർ പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഈസ് ഓഫ് ദി ഫോം എഫ് ഓഫ് s മൈനസ് -3. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുന്നു. അതായത് e റൈസ് ടു at ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. ഹിയർ a ഈക്വൽ ടു -3. അപ്പോൾ e റൈസ് ടു -3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ എന്താണ് സൈൻ ടി ആണ് എഴുതിയിട്ടുള്ളത്, അത് അവിടെ അപ്ലൈ ചെയ്തു. അതായത് 3 ഇൻറ്റു ഇ റൈസ് ടു -3 ഇൻറ്റു സൈൻ ടി. നമുക്ക് 2 ടേമും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു നമുക്ക് കാണേണ്ടത് s ഡിവൈഡ് ബൈ s+3 ഹോൾ സ്ക്വയർ പ്ലസ് 1ന്റെ എൽ ഇൻവേഴ്സ് ഇത് കാണേണ്ടത് അല്ല, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് കാണേണ്ടത്. അതിനെയാണ് നമ്മൾ ഈ ഒരു 2 ടേം ആക്കിയിട്ട് മാറ്റിയത്. അപ്പോൾ ഇതും കണ്ടുപിടിച്ചു, ഇതും കണ്ടുപിടിച്ചു. ഇതിന്റെ രണ്ടിന്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചു. ദെൻ അതിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്നു അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എഴുതി. ആദ്യത്തെ കിട്ടി ഇ റൈസ് ടു -3t കോസ് ടിയും, അതുപോലെ രണ്ടാമത് കിട്ടിയ -3 ഇ റൈസ് ടു -3t ഇൻറ്റു സൈൻ ടി. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 + 2s ഡിവൈഡഡ് ബൈ s+2 ഹോൾ സ്ക്വയർ ഇൻറ്റു s - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് നേരിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, പാർഷ്യൽ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ഇതിനെ മാറ്റി എഴുതുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നു. അതായത് നമുക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്കറിയാം റിപ്പീറ്റഡ് ഫാക്ടർ ആണ് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതുള്ളത്. അപ്പോൾ റിപ്പീറ്റഡ് ഫാക്ടർ ആണ് s+2 ഹോൾ സ്ക്വയർ 2 പ്രാവശ്യം വരുന്നുണ്ട്. അതായത് a/s+2 പ്ലസ് b/s+2 ഹോൾ സ്ക്വയർ, അതുപോലെ ഇതിനെ s-1 ഹോൾ സ്ക്വയറിനെ c/s-1 പ്ലസ് d/s-1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ എയും ബിയും സിയും ഡിയും ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കോമൺ ഡിനോമിനേറ്റർ ആക്കുന്നു. അതായത് ഇവിടെ s+2 ഹോൾ സ്ക്വയർ ഇൻറ്റു s-1 ഹോൾ സ്ക്വയർ ആണ് കോമൺ ഡിനോമിനേറ്റർ. അതേപോലെ ഇവിടെ എടുത്തു s+2 ഹോൾ സ്ക്വയർ ഇൻറ്റു s-1 ഹോൾ സ്ക്വയർ എടുത്തു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എയിൻ്റെ ഡിനോമിനേറ്ററിൽ s+2 ഉള്ളത്, ഇവിടെ s+2 ഹോൾ സ്ക്വയർ ഇൻറ്റു s-1 ഹോൾ സ്ക്വയർ ആണ് ഡിനോമിനേറ്ററിലുള്ളത്. അതായത് ഒരു s+2 കൊണ്ടും s-1 ഹോൾ സ്ക്വയർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതേ ന്യൂമറേറ്ററിലും അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, s+2 ഇൻറ്റു s-1 ഹോൾ സ്ക്വയർ പ്ലസ്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി, ഈ ഇവിടെ ഇല്ലാതെ ടേമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് ഇവിടെ s+2 മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ s+2 ഹോൾ സ്ക്വയറിൻ്റെ അതായത് ഒരു s+2 അവിടെ വന്നു, പിന്നെ ഇല്ലാത്തത് s-1 ഹോൾ സ്ക്വയർ അതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ s+2 ഹോൾ സ്ക്വയറും അതിൻ്റെ ഏതാണ് s-1 ഹോൾ സ്ക്വയർ ആണ് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്, അത് ബിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ സിൻ്റെ കൂടെ s-1 ഉള്ളത് എക്സ്ട്രാ s-1 കൊണ്ട് s+2 ഹോൾ സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. s-1 ഹോൾ സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്, ഇല്ലാതെ s+2 ഹോൾ സ്ക്വയർ ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. അതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അതായത് ഈ ഇക്വേഷനാണ് ഉള്ളത്, ഈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് എന്തായിരിക്കും, ന്യൂമറേറ്ററും സെയിം ആയിരിക്കും. അതായത് 1 + 2s ഈക്വൽ ടു a ഇൻറ്റു s+2 ഇൻറ്റു s-1 ഹോൾ സ്ക്വയർ പ്ലസ് b ഇൻറ്റു s-1 ഹോൾ സ്ക്വയർ പ്ലസ് c ഇൻറ്റു s-1 ഇൻറ്റു s+2 ഹോൾ സ്ക്വയർ പ്ലസ് d ഇൻറ്റു s+2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എയും ബിയും സിയും ഡി എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എസിന് ആദ്യം 1 കൊടുക്കുന്നു. അപ്പോൾ എസിന് 1 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് 3 = 9 ഇൻറ്റു ഡി എന്ന് വരുന്നു. ഇംപ്ലൈസ് d = 3/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടുന്നു. ദെൻ എസിന് -2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ -2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് b = -1/3 എന്ന് കിട്ടും. ദെൻ പിന്നെയുള്ള
നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കണം? സിയും എയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + 2s = അതായത് അതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. a × s + 2 × s² - 2s + 1. അതായത് നമ്മൾ ഇതിനെ s - 1 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്താണ്. a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ പ്ലസ് b ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി. ദെൻ നമ്മൾ ഇക്വേറ്റിംഗ് ദ ലൈക്ക് പവേഴ്സ്, അതായത് ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് എസ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ LHSൽ എസ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് 0. ഇവിടെ എസ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് a ആണ്. അതുപോലെ രണ്ടാമത്തെ ടേമിൽ അതൊന്നുമില്ല. മൂന്നാമത്തെ ടേമിൽ c ആണുള്ളത്, അതായത് a + c എന്ന് കിട്ടുന്നു. എസ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എടുത്തത്. ദെൻ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എടുക്കുന്നു. എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും LHSൽ ഒന്നുമില്ല, അതുകൊണ്ട് 0. ഇവിടെ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇല്ല. രണ്ടാമത്തെ ടേമിൽ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഉള്ളത് b ആണ്. പിന്നെ ഈ ടേമിൽ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 4s² - s², ദാറ്റ് ഈസ് ഈക്വൽ ടു 3s² × c. അപ്പം 3c എന്ന് വരുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടി? b + 3c. ഇവിടെ ഉള്ളത് എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് d ആണ്, പ്ലസ് d എന്നും കിട്ടി. ദെൻ നമുക്ക് ഇവിടെ ബിന്റെ വാല്യൂ ഡിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞത് 1/3 ആണ്, ബി എന്ന് പറയുന്നത് -1/3 ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ -1/3 + 3c + 1/3 1/3 - 1/3 ക്യാൻസൽ ചെയ്താൽ 3c = 0. ദാറ്റ് മീൻസ് c = 0 എന്ന് കിട്ടി. അപ്പോൾ c 0 കിട്ടിയതുകൊണ്ട് ഈ ഇക്വേഷൻ 3ൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്റെ വാല്യൂ എന്തായിരിക്കും? 0 കിട്ടും. അതായത് 0 = a + 0. ദാറ്റ് മീൻസ് a = 0 എന്ന് കിട്ടി. അപ്പോൾ a 0 കിട്ടി, c 0 കിട്ടി, b എന്ന് പറയുന്നത് -1/3, d എന്ന് പറയുന്നത് 1/3 കിട്ടി. അതെന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. b എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് -1/3 ആണ്. അപ്പോൾ ഇവിടെ -1/3 / s + 2 ഹോൾ സ്ക്വയർ പ്ലസ് c എന്ന് പറയുന്നത് 0 കിട്ടി, d എന്ന് പറയുന്നത് 1/3 കിട്ടി. 1/3 / s - 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്നത്. അതായത് ഇതിന്റെയാണ് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണേണ്ടത്. അതായത് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ടേമിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണാം. ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുന്നു. അതിന്റെ കോൺസ്റ്റന്റിനൊക്കെ ഔട്ട് സൈഡിൽ എടുക്കാം. -1/3 × L ഇൻവേഴ്സ് ഓഫ് 1/s + 2 ഹോൾ സ്ക്വയർ പ്ലസ് 1/3 × L ഇൻവേഴ്സ് ഓഫ് 1/s - 1 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇവിടെ നോക്കുക, ഈ ഒരു ഫോം എന്ന് പറയുന്നത് എന്താണ്? L ഇൻവേഴ്സ് ഓഫ് f(s - -2) എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. അതായത് L ഇൻവേഴ്സ് ഓഫ് f(s - a) എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാം. അതേപോലെ ഇവിടെ എന്താണ്? L ഇൻവേഴ്സ് ഓഫ് 1/s - 1 എന്ന് പറയുന്നത് f(s - 1) എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. അതായത് അതും f(s - a) എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫസ്റ്റ് പാർട്ടിനെ മാത്രം എടുക്കുന്നു. അതായത് ടു ഫൈൻഡ് L ഇൻവേഴ്സ് ഓഫ് 1/s + 2 ഹോൾ സ്ക്വയർ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? L ഇൻവേഴ്സ് ഓഫ് 1/s - -2 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഓഫ് ദി ഫോം f(s - -2). അതായത് f(s - a) എന്ന് പറഞ്ഞ ഫോമുല ഉള്ളത്. നമുക്കറിയാം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം L ഇൻവേഴ്സ് ഓഫ് f(s - a) എന്ന് പറഞ്ഞാൽ e⁻at L ഇൻവേഴ്സ് ഓഫ് f(s) ആണ്. അപ്പോൾ ഇവിടെ f(s - a) എന്ന് പറഞ്ഞ ഫോമുലാണ് ഇവിടെ ഇതുള്ളത്. അതായത് f(s - -2) എന്ന് പറഞ്ഞ ഫോമുലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ f(s) എന്തായിരിക്കും? ഇവിടെ -2ന്റെ ടേം ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയായിരിക്കും. അതായത് 1/s² ആയിരിക്കും f(s). നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ L ഇൻവേഴ്സ് ഓഫ് f(s) വേണം. അതുകൊണ്ട് L ഇൻവേഴ്സ് ഓഫ് f(s) കാണുന്നു. അതായത് L ഇൻവേഴ്സ് ഓഫ് 1/s² കാണുന്നു. നമുക്കറിയാം L ഇൻവേഴ്സ് ഓഫ് 1/s² എന്ന് പറഞ്ഞാൽ എന്താണ്? t ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് L ഇൻവേഴ്സ് ഓഫ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. അതെന്താണ്? e⁻at. a എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? -2 ആണ്. അപ്പോൾ e⁻²2t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് f(s). L ഇൻവേഴ്സ് ഓഫ് f(s) എത്ര കിട്ടിയിട്ടുണ്ട്? t കിട്ടിയിട്ടുണ്ട്. അത് അവിടെ കൊടുത്തു. അതായത് e⁻²2t ഇൻറ്റു t എന്ന് കിട്ടി. ദെൻ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണും. അതായത് L ഇൻവേഴ്സ് ഓഫ് 1/s - 1 ഹോൾ സ്ക്വയർ. അതാണ് അടുത്ത കാണുന്നത്. ടു ഫൈൻഡ് L ഇൻവേഴ്സ് ഓഫ് 1/s - 1 ഹോൾ സ്ക്വയർ. Here f(s) equal to 1/s². Then L inverse of f(s) equal to L inverse of 1/s², that is equal to t എന്ന് കിട്ടുന്നു. Then നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുന്നു. അതായത് L ഇൻവേഴ്സ് ഓഫ് 1/s - 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് e⁻t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് f(s). ഇവിടെ e⁻at ആണ്, a എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. അപ്പോൾ e⁻t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് f(s). L ഇൻവേഴ്സ് ഓഫ് f(s) നമ്മൾ കണ്ടു, എന്താണ്? t ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. e⁻t ഇൻറ്റു t എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ രണ്ട് ടേമും കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? ആ രണ്ടും കൂടെ ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഓൾ ദിസ് ഇൻ ഇക്വേഷൻ 4. Therefore ഇക്വേഷൻ 4 implies L inverse of 1 + 2s divided by s + 2 whole square into s - 1 whole square equal to -1/3 ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? e⁻²2t ഇൻറ്റു t. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. e⁻²2t ഇൻറ്റു t പ്ലസ്
1/3 അടുത്ത 1/3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s-1 ഹോൾ സ്ക്വയർ എന്തായിരുന്നു കിട്ടിയത് e⁻t ഇൻറ്റു ടി അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് രണ്ട് ടേമിലും t/3 കോമൺ ആയതുകൊണ്ട് അത് ഔട്ട് സൈഡിൽ എടുത്തു t/3 ഇൻറ്റു ഇപ്പോൾ ഇവിടെ റിമൈനിങ് ടേം വരുന്നത് -e⁻²t പ്ലസ് ഇവിടെ വരുന്നത് e⁻t. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s/s - 3 all raised to 5. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.